ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ ഏകദേശം ടൈം 6:45 ആയിട്ടുണ്ട് കേട്ടോ. ചൂടിന് ഒട്ടും കുറവില്ല, നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്. ഏട്ടനിന്ന് ചോറൊന്നും വേണ്ട, അപ്പം ചോറിൻ്റെ പണിയൊന്നുമില്ല, ചായ ഉണ്ടാക്കണം. പിന്നെ ഇന്ന് കുറച്ച് തിരക്കൊക്കെയുള്ള ദിവസമാണ്. ഇന്ന് പല്ലവിയൊക്കെ ക്വാർട്ടേഴ്സ് കാലിയാക്കി പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് എന്തെങ്കിലും സഹായിച്ചൊക്കെ കൊടുക്കണം. പിന്നെ മൂപ്പര് ഇന്നലെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഇവിടെ ഓഫീസിൽ കൊണ്ടു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്യാസൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് ഫുഡ് ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. വീട്ടിൽ അവരെ റിലേറ്റീവ്സ് 2 ആൾ വന്നിട്ടുണ്ട് സാധനമൊക്കെ ട്രക്കിലേക്ക് കയറ്റാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായേൻ്റെ പരിപാടിയൊക്കെ നോക്കി. അതുകൊണ്ട് ഇന്ന് ഏട്ടന് ചോറും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ 2 ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത്. ഞാൻ ശനിയാഴ്ച എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് എഡിറ്റൊക്കെ ചെയ്യുന്നത്. ഇന്ന് ദോശയാണ് കേട്ടോ. ദോശയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അന്ന് ഉരുളക്കിഴങ്ങൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ഉള്ളിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് ദോശയ്ക്ക് മസാല തയ്യാറാക്കില്ലേ, അതേപോലെ ഒന്നാക്കിയെടുക്കണം. പിന്നെ ദോശ ഉണ്ടാക്കണം. ഇന്നലെ ഞാൻ അതായത് വെള്ളിയാഴ്ച, ക്ഷണിക്കില്ലേ അന്നേരം എഡിറ്റ് ചെയ്തിട്ടില്ല, ദിവസമൊക്കെ അങ്ങ് മാറിപ്പോകുന്നു. വെള്ളിയാഴ്ച ഇവിടെ ദോശയിലെ അപ്പം ഞാനില്ലേ പല്ലവിയൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്തു. ഒരു ദോശ ഇടുമ്പോഴൊക്കെ നല്ലോണം നമ്മളെ അതുപോലെ സോയാബീൻ്റെ ഓയിലാണ് ഉപയോഗിക്കുക. ആ ഒരു ഓയിലൊക്കെ നല്ലോണം പൂശിയിട്ടാണ് ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത്ര പോലും ഓയിലൊന്നും ആക്കാണ്ടാണോ ഉണ്ടാക്കുക. അതുമാത്രമല്ല എൻ്റെ ദോശ പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ആക്കി കിട്ടുന്നുണ്ട്. അവരുണ്ടല്ലോ ചപ്പാത്തി ചുട്ട് ഈ ഒരു പാൻ ഒരുമാതിരി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ദോശ ചുട്ടിട്ട് പറ്റണേയില്ല. പിന്നെ മക്കൾക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്ത ദോശ വലിയ ഇഷ്ടമായി. അങ്ങനെ ഇതാ എൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദോശ ചുടണം. ഏട്ടനിപ്പം പോകാനൊക്കെ ആയിട്ടുണ്ടാവും. ഏട്ടന് ഒരു 8:20 8:25 ആകുമ്പോഴത്തേക്ക് പോവും. അപ്പോഴത്തേക്ക് ചോറും ചായയും ഒക്കെ ആക്കി കൊടുക്കണം. ഇപ്പം അധികം ചായ കുടിക്കലില്ല, ഇപ്പോൾ ചൂടായതിനെ കൊണ്ടില്ല. രാവിലെ തന്നെ ചൂട് തുടങ്ങും. അപ്പം എന്തെങ്കിലും ജ്യൂസ് അടിച്ചു കൊടുക്കും. അധികം ഇവിടെ ഉണ്ടാവുക മാങ്ങയും പിന്നെ ഓറഞ്ചുമാണ് ഉണ്ടാവുക. ഓറഞ്ച് അല്ലെങ്കിൽ മൂസമ്പി, അത് രണ്ടിലേതെങ്കിലും ജ്യൂസ് അടിച്ചു കൊടുക്കും രാവിലെ. അത് കുടിക്കുമ്പോൾ പിന്നെ വിശപ്പ് ഉണ്ടാവില്ല കുറേ സമയത്തേക്ക്. അങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവർ പോയി കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ പുതിയ ആൾ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ആൾ ആരാ വരിക ഒന്നും അറിയത്തില്ല. അങ്ങനെ എൻ്റെ ദോശേൻ്റെ പണിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ബനിയനൊക്കെ സ്ഥിരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏട്ടനിതാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏട്ടൻ ഇത് ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റും. വേണ്ട, മാങ്ങ കട്ട് ചെയ്തിട്ട് കുരുമുളകും മറ്റേ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. പഴുത്ത മാങ്ങ കേട്ടോ. പഴുത്ത മാങ്ങയിൽ കുരുമുളക് ഇട്ടിട്ട് തിന്നാൽ നല്ല രസമാണ്. അപ്പം കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ ഇതാ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. പിന്നെ പല്ലവിയൊക്കെ പോകുമ്പം എനിക്ക് ചെടിയും പിന്നെ അവിടുത്തെ ചെടിയും പിന്നെ 2 ചെയറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രക്കിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല, ചെറിയൊരു ട്രക്കായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ സ്റ്റെല്ലയുണ്ട്. സ്റ്റെല്ല പറഞ്ഞാൽ അവരുടെ നായാണേ. അപ്പം ട്രക്കിലെ ഡ്രൈവർ ഒരു കണക്കിൽ സമ്മതിക്കുന്നില്ല, നായനെ അതിൻ്റെ അകത്തേക്ക് കയറ്റത്തില്ല എന്ന് അയാൾ വാശി പിടിച്ചുകൊണ്ട് നിൽക്കുക. ട്രക്കിൽ നായനൊക്കെ അവസാനം. പക്ഷേ ട്രെയിനിലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ട്രെയിനിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെയോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണം. മാത്രമല്ല ഫസ്റ്റ് AC കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു, അത് ഉറപ്പില്ല. അങ്ങനെ പിന്നെ പല്ലവിയൊക്കെ ശനിയാഴ്ച രാത്രി പോയി. മറ്റവരുടെ റിലേറ്റീവ്സ് ഇന്നലെ ഒരു ഉച്ചയ്ക്കൊക്കെയാണ് പോയത്. ട്രക്ക് ഇന്നലെ ഉച്ചയ്ക്ക് എല്ലാം കൂടി അവർക്ക് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തിട്ട് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ച് അതിൽ കയറ്റി കൊണ്ടുപോയതാണ് അതിനെ. അങ്ങനെ നല്ല കരച്ചിലായിരുന്നു പോകുന്ന ടൈമിൽ. ഭക്ഷണമൊക്കെ ഞാൻ ഇവിടെ നിന്ന് അതിനെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മക്കൾ നല്ല അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ സമയം കരഞ്ഞു. ഇനി അവരെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇനി ഞങ്ങൾക്ക് അടുത്ത കൊല്ലം പോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുമോ വേറെ എങ്ങോട്ടാണ് പോവുക ഒന്നും അറിയത്തില്ല. അവർ ഹോം സോണിലാണ് ഉള്ളത്. ഞങ്ങളടുത്ത ഹോം സോൺ ആണോ എന്നറിയില്ല. 2 കൊല്ലവും കൂടെ ഈ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെ ഞാനുണ്ടല്ലോ ഈ പ്രാവശ്യം നാട്ടിൽ പോയി വന്നേരെ ഈ ഒരു അടുക്കളേൻ്റെ അവിടെ ചെറിയൊരു ഒഴിവുണ്ട്. ഞാൻ ആദ്യം അലക്ക് അവിടെ നിന്നായിരുന്നേ.
പക്ഷേങ്കിൽ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നേരം പിന്നെ ഞാൻ ഒരു ഭാഗത്തേക്കേ പോയില്ല. തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് അലക്കാറില്ല. ഇപ്പോൾ വെയിൽ തുടങ്ങിയാൽ പിന്നെ തീരെയും പോയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയാൽ എന്തായാലും തുണിയൊക്കെ അവിടെ വിരിച്ചിടേണ്ടി വരും. അപ്പോൾ അവിടെ പ്രാവ് ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഒത്തിരി അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നേ. ഞാനതൊക്കെ പിന്നെ ഞാൻ അവിടെ അലോവേരയൊക്കെ ഇങ്ങനെ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തു നിന്നൊക്കെ മണ്ണ് തൂവിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി. അതിൻ്റെ ഇടയിൽ നച്ചു എന്തിനോ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അവരില്ലേ ഇവിടുന്ന് മുകളിൽ നിന്ന് എല്ലാ സാധനവും താഴത്തോട്ട് എടുത്തുകൊണ്ട് പോവുക. വീട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവർ പാക്കാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ട് കൊടുത്തു. കാരണം നല്ല ചൂടുവാണല്ലോ. അപ്പോൾ ഇത് പല്ലവയ്ക്കിൻ്റെ കറിയാണ് കേട്ടോ. ഇത് എന്ത് കറിയാണെന്നറിയോ? നമ്മുടെ ചെറുപയർ 2 ദിവസം കുതിർത്ത് വെച്ചിട്ട് 3-ാമത്തെ ദിവസം അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. 2 കൊല്ലമൊക്കെ വരെ കേടാവാതിരിക്കും പോലും. അതും അതേപോലെ കടലയും ഇതെന്തോ മിത്താവൂരിന്നോ അങ്ങനെ എന്തോ പറയൂ ഇതിന്. അപ്പോൾ അത് അവർ കുപ്പിയിലൊക്കെ ഇട്ട് എനിക്ക് കുറച്ച് വേണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. അങ്ങനെ മുപ്പര് ചപ്പാത്തിയൊക്കെ വിടുന്നായിരുന്നു ചുട്ടത്. മക്കളിതാ സാധനമൊക്കെ താഴത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. 2 പേരും നല്ല കരച്ചിലായിരുന്നു. ഞാൻ ശ്രുനോത്ത് ഇളയ ആൾ കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇളയ ആൾ നല്ല അറ്റാച്ച്ഡാണ് മോളുമായിട്ട്. അങ്ങനെ ഞാൻ പോകുന്നേരം അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവർ പോയി. നച്ചുമായിട്ട് അവിടെ എന്തൊക്കെയോ മറാത്തിയിൽ സംസാരിക്കുന്നത്. നച്ചുവിന് മറാത്തി നന്നായിട്ട് അറിയാം. ഹിന്ദിനെക്കാട്ടും കൂടുതലായിട്ട് നച്ചുവിന് മറാത്തിയാണ് അറിയാം. അപ്പം അവർ മറാത്തിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് മറാത്തി അറിയാത്തവർക്കോട്ട് അവർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ രാത്രി ഒരു 9 മണിക്കായിരുന്നു അവർക്ക് ട്രെയിന്. അപ്പോൾ അവർ 9 മണിക്ക് ആകുമ്പം അല്ല രാത്രി 10 മണിക്ക് ഇപ്പം 9:45 ആകുമ്പം ഇവിടുന്ന് പോയി. താഴത്തെ വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നച്ചു അവരെ പിടിച്ചിരിക്കുകയായിരുന്നു. അവളെ അവിടെ തന്നെ ഞാൻ വിടുപ്പിച്ച് എങ്ങനെയോ കൊണ്ടുവന്നതാണ്. കാരണം ഞാൻ നച്ചുവിന് ചോറൂണ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അന്നേരം തൊട്ട് നച്ച അവരെ കയ്യിലാണ്. ഭയങ്കര ഒരു അറ്റാച്ച്ഡ് അവരുമായിട്ട്. എനിക്കും പുതിയ ആളാരാമെന്ന് അറിയില്ല. ഇപ്പം അവൾ ജൂൺ 1-ാം തീയതി എങ്ങാണ്ടാണ് സ്കൂൾ തുറക്കുന്നത് ഇവിടെ പ്രജാവതി. അപ്പോൾ അവിടെ അങ്ങ് വിടും. രാവിലെ 8 മണി തൊട്ട് 11 മണി വരെ എങ്ങാണ്ടാണ് ക്ലാസ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ലീവിനും പോകും. ഈ മാസം ലാസ്റ്റ് പോകണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു സ്കൂള് ആദ്യമായിട്ട് പോവുമല്ലേ, അപ്പം ഒരു മാസത്തോളം സ്കൂളിൽ പോയിട്ട് നാട്ടിലേക്ക് പോവാന്ന്. നാട്ടിൽ പോയിട്ട് ഒത്തിരി പണിയുണ്ട്, ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട്. അങ്ങനെ കുറേ പേപ്പേഴ്സൊക്കെ ശരിയാക്കാനുണ്ട്. അമ്മേൻ്റെ അച്ഛൻ്റെയും മറ്റേ ക്യാൻറ്റീൻ കാർഡും അതേപോലെ തന്നെ മെഡിക്കൽ കാർഡൊക്കെ റെഡിയാക്കണം. അവർക്ക് മെഡിക്കലിൻ്റെ കാർഡൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷേങ്കിൽ അതൊക്കെ ഇങ്ങനെ ഡേറ്റ് കഴിഞ്ഞു പോയിട്ട് ഇതായിപ്പോയത്. അതൊക്കെ ഒന്ന് പുതുക്കിയെടുക്കണം. അങ്ങനെ ഇതാ പല്ലവൊക്കെ നച്ചുവിന് പൈസയൊക്കെ കൊടുത്ത് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക്